അങ്ങനെ മഹാനായ യൂസുഫ് നബി അലൈഹി ഇസ്ലാം തൻ്റെ കൊട്ടാരത്തിൻ്റെ മികവ് വാപ്പാക്കൊന്ന് കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടി വാപ്പയുടെ കയ്യും പിടിച്ച് കൊട്ടാരത്തിനുള്ളിലൂടെ ഒന്ന് ഉലാത്തുകയാണ്. എന്ത് സംഭവിക്കും? എന്തോ ഒരു അത്ഭുത സംഭവം നടന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. എന്താണ് അത്ഭുത സംഭവം എന്നറിയണ്ടേ? അരശേരെ കാജാനകൾ തുറന്താനേ അതിലാന്ന് പെരികെ താൾ കനിന്താനേ ബിരുത്തുന്ന് യഴൂബ് നബി മോനെ പിരിഞ്ഞെന്നെ ഊനതെ ഹാൽ മാറിന്താനേ കരഞ്ഞുടൻ പീതാവോടന്നുരത്താനേ കതിത്തൈ പൊരുളെന്നൂരപ്പാണേ ഊരപ്പാനേ പെരുത്ത് കായിദമ്പത്തിട്ടുനൈ തേനേ വിവരത്തെ അറിയത്തില്ല എനിക്കാണേ അറിയത്തില്ലെന്നൂരത്തുടൻ അരശാണേ അത് കൊല്ലം എഴുത്തിനായി എടുത്താനേ. അങ്ങനെ മഹാനായ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ പാപ്പയായിരിക്കുന്ന പിതാവിനെ യൂസുഫ് നബി അലൈഹി സ്വലാം എല്ലാ ഭാഗങ്ങളും കാണിച്ചു കൊടുക്കുമ്പോൾ ഒരു റൂമിൽ ചെന്നപ്പോൾ മഹാനായ യാക്കൂബ് നബി അലൈഹി സ്വലാം കണ്ട കാഴ്ച ഒരു റൂമിൻ്റെ മൂലയിൽ എന്ന് പറഞ്ഞാൽ ഒരു റൂം മുഴുവൻ എന്ന് തന്നെ പറയാം. ഒരുപാട് കടലാസുകൾ കുന്നുകൂടി കിടക്കുന്ന രംഗമാണ് മഹാനായ യാക്കൂബ് നബി അലൈഹി സ്വലാം കണ്ടത്. ബിരുത്തന്ന് യാക്കൂബൻ നബി മോനെ പിരിഞ്ഞെന്നും ഉനേദേഹാൽ മറിന്താനെ നിന്നെ പിരിഞ്ഞത് മുതൽ എൻ്റെ അവസ്ഥ നിന്നെ കാണാതെ ഞാൻ ജീവിച്ച വർഷങ്ങൾ 40 വർഷങ്ങൾ എങ്ങനെയെന്ന് വിവരിക്കണ്ടല്ലോ. ആ സമയം മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാം കരഞ്ഞുകൊണ്ട് പറയുകയാണ്, എന്താണ് ഓ മോനെ നീ ഇവിടെ ജീവിച്ചിരുന്നിട്ട് വാപ്പായി മോനിങ്ങനെ ജീവിച്ചിരിക്കുന്നുണ്ട് എന്നുള്ളൊരു വാർത്ത ഒരെഴുത്തിലൂടെ വാപ്പയെ അറിയിക്കാഞ്ഞത് എന്തുകൊണ്ടായിരുന്നു മോനെ എന്ന് ചോദിച്ചപ്പോൾ മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാം ഉടനെ തന്നെ ആ ശ്രദ്ധ അവിടേക്ക് പതിക്കുന്നു. ഒരുപാട് കടലാസുകൾ. ആ കടലാസിലേക്ക് ചൂണ്ടിക്കൊണ്ട് മഹാനായ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് യൂസുഫ് നബി തൻ്റെ പൊന്നോമന പുത്രൻ പറയുകയാണ്, കുറിക്കുവാൻ ഒരുങ്ങുമ്പോൾ വഹിയാണേ കൂവിടും ഞേനിലെ ബാനർ നിറുത്താനേ കരത്തിനാപ്പൊളുത് താളിടും ഞാനേ ഖജാനയിൽ ആതാണിക്ക ഇതമാണേ. മഹാനായ യാക്കൂബ് നബി അലൈഹി സ്വലാമിനോട് മോനായ യൂസുഫ് നബി പറയുകയാണ്, വാപ്പാ നിങ്ങൾ കണ്ടില്ല ഈ റൂം മുഴുവൻ കടലാസുകൾ. അങ്ങനെ ആ കടലാസുകൾ വാപ്പങ്ങെടുത്തു നോക്കുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് കടലാസിൽ എഴുതിയിട്ടുണ്ട്. വാപ്പിയായിരിക്കുന്ന യാക്കൂബ് നബി അലൈഹിസ്സലാം അറിയാൻ മകൻ യൂസുഫ് ഈജിപ്തിൽ നിന്നും കുറിക്കുന്നത് എന്ന് കത്തിലുണ്ട്. പക്ഷേ പിന്നെ ഒരു എഴുത്തും ഏടുകളില്ല. അങ്ങനെ ആ റൂം മുഴുവൻ കൂമ്പാരമായി കിടക്കുന്ന കടലാസുകൾ. വാപ്പാ ഇതെല്ലാം നിങ്ങൾക്ക് ഞാൻ എഴുതിയ കത്തുകളാണ് വാപ്പാ. പക്ഷേ കത്തെഴുതാൻ വേണ്ടി ഞാൻ തുരിയുന്ന സമയത്തൊക്കെ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം എന്നുകൊണ്ട് എൻ്റെ കൈപിടിച്ച് ആ കത്തവിടെ താഴോട്ട് ഇടിയിപ്പിക്കും. അതുകൊണ്ട് എഴുതാൻ സമയമായിട്ടില്ല, വാപ്പാനെ അറിയിക്കാൻ സമയമായിട്ടില്ല എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം എന്നോട് വന്ന് പറയും. അതുകൊണ്ട് അങ്ങനെ എഴുതി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നെഴുതിക്കൊണ്ട് ഉപ്പ അറിയാൻ മോൻ യൂസുഫ് എഴുതുന്നത് എന്ന് മാത്രമാണ് എഴുതാൻ സാധിച്ചത്. അപ്പോഴേക്കും ജിബ്രീൽ വന്ന് എൻ്റെ കരം പിടിക്കും ഉപ്പാ. അങ്ങനെയാണ് ഈ ഖജാന മുഴുവൻ കടലാസുകൾ കൊണ്ട് നിറഞ്ഞു പോയതെന്ന് മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം വിവരിച്ചു കൊടുക്കുകയാണ് വാപ്പക്ക്. എന്നിട്ട് ബിരുത്തി ബാവയിൽ പിന്നെ അരശാണേ മിസ്റദിൽ മരിപ്പോളം ഇരിപ്പാനേ. എന്നിട്ട് മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം വാപ്പയോട് പറഞ്ഞു, വാപ്പാ ഇനി നിങ്ങൾ മരിക്കുന്നത് വരെ എൻ്റെ കൂടെ ഈ കൊട്ടാരത്തിൽ കഴിയണമെന്ന് മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം യൂസുഫ് നബി ഉപ്പയോട് പറഞ്ഞപ്പോൾ ഉപ്പ പറയുകയാണ്, ഇരിക്കണ്ടേ മോളി കാവർ ഉരത്താനേ
എനിക്കെന്നും ഇബാദത്ത് എടുപ്പാനേ. ഒരു വീട് പണി തീർപ്പീൻ മണിമോനെ, ഉരത്തിപ്പോൾ അനുവാദം കൊടുത്താനേ. ഉപ്പയായിരിക്കുന്ന യാക്കൂബ് നബി അലൈഹി സ്വലാം മോനോട് പറഞ്ഞു, മോനെ എനിക്ക് രാജകൊട്ടാരത്തിലൊന്നും ഒരു റൂമും സൗകര്യങ്ങളും ഒന്നും ഒരുക്കണ്ട, നീ എനിക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി ചെറിയ ഒരു വീട്, ചെറിയൊരു കുഞ്ഞൻ വീട് അതുണ്ടാക്കി തന്നാൽ മതി, എനിക്ക് അല്ലാഹുവിന് ഇബാദത്ത് എടുക്കാൻ അതിനൊരു സൗകര്യം ചെയ്തു തന്നാൽ മതി എന്നാണ് മോനോട് പറഞ്ഞത്. ഉടനെ തന്നെ മോനത പട്ടാളക്കാരെ വിളിച്ച് തൻ്റെ ജോലിക്കാരെ വിളിച്ചുകൊണ്ട് ഓർഡർ കൊടുക്കുകയാണ്. ഓർഡർ കൊടുത്തു എന്ന് മാത്രമല്ല, തരുളെ നീരവിൽ എന്തിടമാണേ, ശരിക്ക് വന്നിരിക്കണം കനിവാണേ, അരശറിമ്പിതം വിണ്ടു എടുപ്പാനേ, അരുളി കെട്ടിടം വേഗം മുടിത്താനേ. അങ്ങനെ വാപ്പയുടെ ഓർഡർ അനുസരിച്ചുകൊണ്ട് ചെറിയ നിസ്കരിക്കാൻ വേണ്ടി സൗകര്യത്തിനുള്ള ചെറിയൊരു റൂം വാപ്പക്ക് പണിത് കൊടുക്കുകയും വാപ്പൊരു നിബന്ധനയും കൂടി പറഞ്ഞു, എൻ്റെ അടുക്കൽ നിന്നെ 40 വർഷമായി നിന്നെ ഞാൻ വിട്ടുപിരിഞ്ഞിട്ട് എനിക്ക് നിന്നെ കാണാതെ കഴിയില്ല, അതുകൊണ്ട് നീ രാവിലെയും വൈകുന്നേരവും എൻ്റെ അടുക്കൽ എൻ്റെ റൂമിൽ എനിക്ക് പണിത ഇബാദത്തിന് പണിത റൂമിൽ വന്നുകൊണ്ട് എന്നെ കണ്ടിട്ട് വേണം നീ കൊട്ടാരത്തിലേക്ക് പോകാൻ എന്നൊരു കാര്യം കൂടി മഹാനായ യാക്കൂബ് നബി അലൈഹി സ്വലാം യൂസുഫിനോട് സൂചിപ്പിക്കുകയാണ്. അങ്ങനെ മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാം വാപ്പക്ക് പണിത് കൊടുത്ത ആ ചെറിയ റൂമിൽ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്തുകൊണ്ട് മഹാനായ യാക്കൂബ് നബി അലൈഹി സ്വലാം കഴിഞ്ഞു കൂട്ടുകയാണ്. ഇനി എന്ത് സംഭവിക്കുമെന്നറിയണ്ടേ അടുത്ത എപ്പിസോഡിൽ.